കാസർഗോഡിന്റെ ഹൃദയഭാഗത്ത് മധുവാഹിനി പുഴയുടെ ശാന്തമായ തീരത്ത് സ്ഥിതി ചെയ്യുന്ന മധൂർ ശ്രീ മദനന്തേശ്വര സിദ്ധിവിനായക ക്ഷേത്രം കേവലം ഒരു ആരാധനാലയം എന്നതിലുപരി 10ാം നൂറ്റാണ്ട് മുതലുള്ള ചരിത്രവും വിശ്വാസവും ഇഴചേരുന്ന ദക്ഷിണേന്ത്യയിലെ അതിമനോഹരമായ ഒരു വാസ്തുവിദ്യാ വിസ്മയമാണിത്. 10ാം നൂറ്റാണ്ടിൽ കുമ്പളയിലെ മൈപ്പാടി രാജാക്കന്മാരാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത്. മദാരു എന്ന ഭക്ത കാടുവെട്ടി തെളിക്കുന്നതിനിടയിൽ കണ്ടെത്തിയ സ്വയംഭൂവായ ശിവലിംഗമാണ് ഈ പുണ്യഭൂമിയുടെ ആധാരം. ആ ഭക്തിയോടുള്ള ആദരസൂചകമായാണ് ഈ പ്രദേശത്തിന് മധൂർ എന്ന പേര് ലഭിച്ചത്. തുടക്കത്തിൽ ഒരു ശിവക്ഷേത്രമായിരുന്ന ഇവിടെ ഇന്ന് വിനായകനാണ് പ്രധാനം. ഇതിനു പിന്നിൽ ഒരു അത്ഭുത കഥയുണ്ട്. പണ്ട് ക്ഷേത്രത്തിലെ പൂജാരിയുടെ മകൻ മതിൽ ചിത്രമായി വരച്ച ഗണപതി രൂപം അത്ഭുതകരമായി തടിച്ചും ഉയരത്തിലും വളർന്നു എന്നാണ് ഐതിഹ്യം. ഭിത്തിയിൽ നിന്നുയർന്നു നിൽക്കുന്ന ഈ ഭീമാകാരമായ വിഗ്രഹത്തെ ഭക്തർ സ്നേഹത്തോടെ ബൊജ്ജഗണേശൻ എന്ന് വിളിക്കുന്നു. ഈ ക്ഷേത്രത്തിന് യുദ്ധങ്ങളുടെയും മാനസാന്തരത്തിന്റെയും കഥ കൂടെ പറയാനുണ്ട്. 18ാം നൂറ്റാണ്ടിൽ ടിപ്പുവിന്റെ മലബാർ പടയോട്ട കാലത്ത് ക്ഷേത്രം തകർക്കാനെത്തിയ ടിപ്പു സുൽത്താൻ ഇവിടുത്തെ കിണറ്റിലെ വെള്ളം കുടിച്ചു ലഭിച്ച അവാച്യമായ മനഃശാന്തിയെ തുടർന്ന് പിന്തിരിഞ്ഞുവെന്ന് പറയപ്പെടുന്നു. ഇതിന്റെ അടയാളമായി അദ്ദേഹം തന്റെ വാളുകൊണ്ട് വെട്ടിയ പാട് ഇന്നും ക്ഷേത്രഭിത്തിയിൽ കാണാൻ സാധിക്കും. ആനയുടെ പുറം പോലെ തോന്നിപ്പിക്കുന്ന ഗജപൃഷ്ഠ ശൈലിയിലുള്ള 3 നില മേൽക്കൂരയും രാമായണ മഹാഭാരത രംഗങ്ങൾ കൊത്തിവെച്ച മരപ്പണികളും ഈ ക്ഷേത്രത്തെ വേറിട്ടു നിർത്തുന്നു. വിഗ്രഹം നെയ്യപ്പം കൊണ്ട് മൂടുന്ന അപ്പം മൂടൽ ഇവിടുത്തെ ഏറ്റവും വിശേഷപ്പെട്ട വഴിപാടാണ്. വിനായകൻ മുഖ്യപ്രതിഷ്ഠ അല്ലാഞ്ഞിട്ടും പ്രശസ്തമായ മറ്റു ക്ഷേത്രങ്ങളെക്കുറിച്ച് അറിയുന്നവർ കമന്റ് ചെയ്യുക.